whatever you pray, pray with faith. Whenever you pray, forgive and pray. FB മേയർ എന്നൊരു ദേവദാസൻ എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ദ സീക്രട്ട് ഓഫ് ഗൈഡൻസ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ദ ഗ്രേറ്റ് ട്രാജഡി ഓഫ് ലൈഫ് ഈസ് നോട്ട് അൺആൻസേർഡ് പ്രെയർ ബട്ട് ആൻ അൺഓഫേർഡ് പ്രെയർ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ പ്രാർത്ഥിക്കാതെ പോയ പ്രാർത്ഥനകളാണ് ഏറ്റവും വലിയ ദുരന്തം. എത്ര പേർക്കത് മനസ്സിലായി? ദ ട്രാജഡി ഈസ് നോട്ട് ദി അൺആൻസേർഡ് പ്രെയർ, ദ ട്രാജഡി ഈസ് അൺഓഫേർഡ്. ഇതുവരെ അർപ്പിക്കപ്പെടാതെ പോയ പ്രാർത്ഥിക്കാതെ പോയ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാതെ പോയ പ്രാർത്ഥനകളെ ചൊല്ലി നമ്മൾ നിത്യതയെ ചെല്ലുമ്പോൾ ദുഃഖിക്കും. അയ്യോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അയ്യോ ഞാൻ ഒന്നുകൂടെ അപേക്ഷിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒന്നുകൂടെ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒന്നുകൂടെ കാത്തിരുന്നെങ്കിൽ എനിക്കത് തരുമായിരുന്നല്ല കർത്താവേ. അയ്യോ, എൻ്റെ അവിശ്വാസം കൊണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കാതെ പോയത്? അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചു, കുറച്ചാൾ പ്രാർത്ഥിച്ചു, പിന്നെ വിട്ടു. ഒന്നുകൂടെ പ്രാർത്ഥിച്ചെങ്കിൽ അത് കിട്ടിയേനെ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് അവിടെ ചെന്നിട്ട് ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയാം, നിർത്തിപ്പോയ പ്രാർത്ഥനകൾ തുറന്നും എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മളെ സംബന്ധിച്ചോളം പ്രാർത്ഥിക്കാനാണ് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു പദവിയാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇറ്റ്സ് എ പ്രിവിലേജ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ശ്വാസം വിടുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ നടക്കുന്നു, വർത്തമാനം പറയുന്നു, അല്ലേ? ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് നേരെ ചെന്ന് മുട്ടുമേൽ നിന്ന് 2 കൈയും കൂടെ മുകളിലോട്ട് പോക്കി യെരൂശലേമിന് നേരെ കതവ് തുറന്നിട്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനൊന്നുമല്ല. നമ്മൾ ഈ ശ്വസിക്കുന്നത് പോലെ, വർത്തമാനം പറയുന്നത് പോലെ, നടക്കുന്നത് പോലെ, അല്ലേ? അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം കർത്താവിനോട് സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പ്രാക്ടീസ് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം പ്രിയപ്പെട്ടവരെ. ഞാനെപ്പോഴും പറഞ്ഞിട്ടില്ലേ ബ്രദർ ലോറൻസിൻ്റെ കാര്യം, അല്ലേ? ബ്രദർ ലോറൻസ് എന്നൊരു ഭക്തനായൊരു മനുഷ്യൻ പണ്ട് ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ അരമനയിലെ ബട്ട്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറഞ്ഞത് കുശിനി, അതായത് അടുക്കളയാണ്. അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. ബിഷപ്പിന് കൊണ്ട് വിളമ്പി കൊടുക്കും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അയാൾ അടുക്കള നിൽക്കുമ്പോൾ നിരന്തരം അയാൾ എന്ത് ചെയ്യും? ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? കരിയാതെ വന്ന ഉടനെ എന്ത് ചെയ്യും? മുട്ട കുത്തിയിട്ട് സ്തോത്രം കർത്താവേ, മുട്ട നേരെ വന്നതിനായിട്ട് സ്തോത്രം. പാല് തൂവി തിളച്ച് പോകുമ്പോൾ ഓർത്തോണം, നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് പാലങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ തൂവി തിളച്ച് പോകത്തില്ലായിരുന്നു. പലപ്പോഴും ഉണ്ടാക്കി ചിലരൊക്കെ അറിയാമല്ലോ, വായി വയ്ക്കാൻ കൊള്ളത്തില്ല. എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയോടെ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ അടുപ്പിൽ ഈ കലത്തിൽ അല്ലെ അരി ഇടുന്ന വല്ലവരും ഉണ്ടോ? പണ്ട് ഈ അരി കഴുകി വെള്ളം തിളപ്പിച്ചിട്ട് ഈ അരി കഴുകിയിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ അതിനകത്തിടുമ്പോൾ സ്തോത്രം. ഞാനിങ്ങനെ കൊച്ചിലെ ഇതെന്തിനെ അരി ഇടുമ്പോൾ മമ്മി സ്തോത്രം പറയുന്നത്? അതിട്ടിട്ട് കൊടുത്ത് പറ്റിക്കാൻ പാടുന്ന പാട് മമ്മിക്ക് അറിയത്തുള്ളൂ. കാര്യം ഇടുമ്പോൾ ആരും കാണത്തില്ല, വീട്ടിലുള്ള 3 പേരേ ഉള്ളൂ. വിളമ്പാറാകുമ്പം 4-5 പേരും കൂടെ വരും. അത് എവിടെ നിന്നാണെന്നറിയത്തില്ല, കൃത്യം വന്നിരിക്കും, അല്ലേ? പലപ്പോഴും അവർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് വിശപ്പോടെ പോയി കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അന്ന് നമ്മുടെ മാതാക്കളൊക്കെ അങ്ങനെ ആയിരുന്നു. അവർ അരി വെള്ളത്തിലിടുമ്പം അല്ലേ അടുപ്പിലിടുമ്പോഴും എന്ത് ചെയ്യും? സ്തോത്രം ചെയ്തിടുമായിരുന്നു. ഇതുപോലെ പണ്ട് തിരുവനന്തപുരത്ത് ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു ആശാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇവിടേക്ക് നിങ്ങൾ പഴയ ആൾക്കാരെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു പഴയ ഒരു അംബാസഡർ കാർ ഇങ്ങനെ, അംബാസഡർ ഒരു ലാൻഡ് മാസ്റ്റർ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓടിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ഗിയർ മാറ്റി ക്ലച്ച് സ്ലോ ചെയ്ത് സ്തോത്രം. അപ്പോൾ ഈ ഗട്ടറിൽ വീഴുന്നതിന് എന്തിനാ സ്തോത്രം പറയുന്നത്? എല്ലാറ്റിനായി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ. ഇതൊക്കെ പാലിച്ചിരുന്നവരാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു തലമുറ. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഈ സ്തോത്രമൊക്കെ അന്യം നിന്ന് പോയി. അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യണം?
ആരെങ്കിലും പറഞ്ഞാലേ ഇപ്പം സ്തോത്രം നമുക്ക് വരത്തുള്ളൂ. മറ്റേ അങ്ങനെയല്ല. ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഡെയിലി ലൈഫ്. അവരെന്ത് ചെയ്യുമ്പോഴും സ്തോത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം ഇവിടെ ഇന്നത്തെ നമ്മുടെ പ്രശ്നം, ഈ വന്ദേ ഭാരതിലൊക്കെ കയറിയാൽ അറിയാം, അല്ലെങ്കിൽ ചില ഒരു ഗ്ലാസ് ബോക്സ് ഇങ്ങനെ വെച്ചേക്ക്, എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ചുറ്റികയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ബ്രേക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി. ഒരു എന്താണ് ഒരു 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 എമർജൻസി ഘട്ടം വന്നാൽ എന്ത് ചെയ്യണം? ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ട് ആ ബട്ടൺ ഒന്ന് ഞെക്കണം. അപ്പം നമ്മളും ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺലി വിത്ത് ദ ക്രൈസിസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു അപകടമോ പ്രതിസന്ധിയോ വരുമ്പം പെട്ടെന്ന് പോയി ആ ബട്ടൺ ഞെക്കണം. ഏത് ബട്ടൺ? പ്രാർത്ഥന എന്ന ബട്ടൺ. ഈ എമർജൻസിക്ക് മാത്രം ബട്ടൺ ഞെക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. നിങ്ങൾ പലരും ഇപ്പോഴും പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടില്ല. കാര്യം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് എമർജൻസി ഒന്നും വന്നില്ല, വരാൻ കാത്തിരുന്നു, അല്ലേ? അല്ലേ? അങ്ങനല്ല. നമ്മൾ ശ്വാസം വിടുന്നത് പോലെ സംസാരിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? ഞാൻ ചിലപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് റിൻസി പറയുന്നൊരു കഥ. മോന് ഫീസ് കൊടുക്കണം. അവൻ അപ്പൻ്റെ അടുത്ത് വന്ന് രാവിലെ വന്ന് ഫീസ് കൊടുക്കണം, പപ്പ പൈസ തരണം. അപ്പോൾ അവൻ അപ്പനോടൊന്ന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആലോചിച്ച് ചോദിക്കുക. ഞാൻ പണ്ട് ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്, മക്കളെ നീ നിൻ്റെ അപ്പൻ്റെ അടുത്ത് എങ്ങനെയാണ് പൈസ ചോദിക്കുന്നത്? അവനങ്ങോട്ട് മുന്നോട്ട് നിന്നിട്ട് ആദ്യമേ മുട്ടുമേലങ്ങ് നിൽക്കും. എന്നെ എത്രയും സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുണ്ട് എൻ്റെ ഡാഡി അറിയുന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ഡാഡിയെ പോലെ നല്ലവനും എൻ്റെ ഡാഡിയെപ്പോ. ഇങ്ങനെയൊക്കെ ചെന്ന് നാളെ നിങ്ങളുടെ മോൻ നിങ്ങളുടെ മുമ്പേ ഒന്ന് മുട്ടുകുത്തി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കൈപോക്കി നിങ്ങളോട് ഫീസ് കൊടുക്കാനുള്ള പൈസ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനെ ഉടനെ നീ ഇന്ന് സ്കൂളിൽ പോകണ്ട, നമുക്ക് ഒരിടത്ത് പോവാം. അവനെ കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യും. കാര്യം ഞാൻ ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പനോട് പോയി മുട്ടുമേ നിന്ന് 2 കൈ ഉയർത്തിയാണോ ഫീസിന് കാശ് ചോദിക്കുന്നത്? നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ഒരു ചടങ്ങാക്കി ഇങ്ങനെ അങ്ങ് ആക്കിയെടുത്തു. അതുകൊണ്ടെന്താ? നമുക്ക് ബന്ധമില്ല. ബന്ധത്തിലാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ദയവായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വലിയ രൂപാന്തരവും മാറ്റവും ഇന്ന് ആളുകൾ വരട്ടെ. അപ്പം ബ്രേക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി അല്ല പ്രാർത്ഥന. ശ്വാസം വിടുന്നത് പോലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ, നടക്കുന്നത് പോലെ, അതുപോലൊരു ദിനചര്യയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും, അല്ലേ? മറ്റൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, പ്രെയർ ആക്ച്വലി ഫോർ മോസ്റ്റ് പാർട്ട് ഈസ് ആൻ അൺടാപ്ഡ് റിസോഴ്സ്. ഇതുവരെ ടാപ്പ് ചെയ്തെടുത്തിട്ടില്ല, അതുപോലുള്ള റിസോഴ്സാണ്. അൺഎക്സ്പ്ലോർഡ് കോണ്ടിനെൻറ്റ്, ഇനിയും കണ്ടെത്താത്ത ഒരു ഭൂഖണ്ഡമാണ് അമേരിക്ക. കൊളംബസ് ഒരിക്കൽ പോയി കണ്ടുപിടിച്ചു. അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല കൊളംബസ് പോയത്, അയാൾ പോയത് വേറെ കൊണ്ടോട്ടാണ്. അയാൾ കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്ന് കയറി. ഇതുപോലെ പ്രാർത്ഥനയിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നൊരു കോണ്ടിനെൻ്റ് പോലെയാണ്. അല്ലെങ്കിൽ അൺടോൾഡ് ട്രഷേഴ്സ് ടു ബി അൺഎർത്ത്, കുഴിച്ചെടുത്ത ഇനിയും ഇഷ്ടം പോലെ ഖനിക്കകത്തുണ്ട്, നിക്ഷേപങ്ങളുണ്ട്. അത് നിങ്ങൾ കുഴിച്ച് ചെന്നാൽ കിട്ടും. ഇതുപോലെ പ്രാർത്ഥന നമ്മളൊന്ന് കുഴിച്ച് ചെന്നാലുണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിക്ഷേപങ്ങൾ അവിടെയുണ്ട്, അല്ലേ? നമുക്ക് വേണ്ടി അത്രയും നിക്ഷേപങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയി ഒന്ന് മെനക്കെട്ട് കുഴിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒന്ന് ഇറങ്ങി തിരിച്ചെന്നാൽ നമ്മളത് കണ്ടുപിടിച്ചേനെ, പക്ഷെ നമ്മൾ ഇറങ്ങി തിരിക്കത്തില്ല. ഇത് നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി മറ്റൊരു ഭക്തൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് വിച്ച് ഈസ് ടോക്ഡ് മോസ്റ്റ്ലി. എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കും. ഇപ്പം ഞാനെന്നാട്ട് പ്രാർത്ഥനയെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഇറ്റ്സ് പ്രാക്ടീസ് ലെസ് ദാൻ എനിത്തിങ് എൽസ്. പ്രാർത്ഥനയെപ്പറ്റി ഒത്തിരി നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കും, പക്ഷേ ഏറ്റവും കുറവാണ് പ്രാർത്ഥിക്കുന്നത്. പണ്ടൊരു ഉപദേശി പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരാളെ കൊച്ചാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഇന്ന് പ്രാർത്ഥിച്ചോ? ഒരാളെ കൊച്ചാക്കണമെങ്കിൽ ഒറ്റ ചോദ്യം, ഇന്ന് പ്രാർത്ഥിച്ചോ? അതൊന്ന്. അല്ലെങ്കിൽ ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും? തീർന്നു, അല്ലേ? അപ്പം നമ്മൾ അന്യോന്യം കൊച്ചാക്കാൻ വേണ്ടി ചോദിക്കേണ്ട വിഷയമല്ല പ്രാർത്ഥന, പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് പ്രാർത്ഥന. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം രക്ഷ, സാൽവേഷൻ കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു വലിയ പദവി, അല്ലേ? നമുക്ക് അപ്പൻ്റെ അടുത്ത് വന്ന്
ഒരു മകനോ മകളോ പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ കാര്യങ്ങൾ നമുക്ക് പറയാം. ആ പ്രാർത്ഥനയിൽ വന്ന് ദൈവത്തോട് പറയാത്തത് കാരണമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ. ഓൾ ബിക്കോസ് വി ഡു നോട്ട് ക്യാരി എവ്രിതിങ് ടു ഗോഡ് ഇൻ പ്രയർ. എല്ലാം ദൈവത്തോട് പ്രാർത്ഥനയിൽ പോയി ചൊല്ലിയിടായിക നിമിത്തം. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം പ്രാർത്ഥിക്കാത്തത് കാരണമുള്ള ദുരിതങ്ങളാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മുടെ ദുരിതങ്ങൾക്ക് അറുതി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വ്യത്യാസം വരട്ടെ. ശരി, കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു മോഡൽ പ്രെയർ നമുക്കറിയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യമാണ്. അത് നമ്മളെ എല്ലാത്തിലേക്കും നമ്മൾ പോകുന്നില്ല. അതിനെ നമ്മൾ പറയാറുണ്ട് ലോർഡ്സ് പ്രെയർ എന്ന്, അല്ലേ? മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ. പക്ഷേ ഇന്ന് എൻ്റെ വിഷയം അതല്ല. അതിൻ്റെ 14ഉം 15ഉം വായിച്ചേ. മാത്യു 6:14 and 15. മത്തായി 6-ന്റെ 14ഉം 15ഉം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ പറയുക, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കണം. ക്ഷമിച്ചാൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ക്ഷമിച്ചില്ലെങ്കിലോ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. ഇങ്ങനൊരു കാര്യം ഈ കർത്താവ് പഠിപ്പിച്ച വലിയൊരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർന്ന് പറയുക, നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. നിങ്ങൾ ക്ഷമിച്ചാൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും, അല്ലേ? അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ഒരു സംഭവം നമുക്കൊന്ന് കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ ഒന്ന് വായിക്കാം. മർക്കോസ് 11-ന്റെ 12 മുതൽ 14 വരെ. പിറ്റേനാൾ അവൻ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. ബഥാന്യ വിട്ടു പോരുമ്പോൾ, ബഥാന്യ വലിയ വിശപ്പില്ല. കാര്യം അവിടെ മാർത്തയും മറിയയും നല്ല ചാപ്പാട് കൊടുക്കും, അല്ലേ? അവിടെ നല്ല കുശാലായിരുന്നു. നല്ല വെട്ടി കാണും ബാക്കി 12. പക്ഷേ ബഥാന്യ വിട്ടപ്പോൾ എന്താണ്? വിശക്കുന്നത്. ശരി, വിശന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന്, എന്തേലും കിട്ടും, കഴിക്കാനുള്ളത് കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തോട്ട് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. പക്ഷെ അവിടെ അടുത്തൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞ്. അതെന്താ എൻ്റെ അർത്ഥം? അത്തിപ്പഴത്തിൻ്റെ കാലമല്ലല്ലോ, പിന്നെന്തിനാ അവിടെ അത്തിപ്പഴം തിരഞ്ഞു ചെന്നത്? അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി, ഇനി ഞാൻ ബൈബിളെ പോകാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യാഖ്യാനം അറിയത്തില്ല. നിങ്ങൾ എന്നെ വ്യാഖ്യാനിച്ചോ? പലപ്പോഴും ഈ ഇലയൊക്കെ ഇങ്ങനെയുള്ള നിപ്പ് കണ്ട, തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ഇലയും കുഴയൊക്കെ കണ്ട എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത് നിന്നപ്പോഴല്ലേ ഈ ഇലയേ ഉള്ളൂ, ഫലം ഇല്ല. ഇന്നത്തെ വിശ്വാസിയുടെ അവസ്ഥയാണ്. ദൂരെ നിന്ന് കണ്ടാൽ ഭയങ്കര വിശ്വാസിയല്ല, ഇല. പക്ഷേ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞെന്ന് അടുത്ത് നോക്കിയാൽ ഈ ഇല മാത്രമേ ഉള്ളായിരുന്നു, ഫലമില്ല, അല്ലേ? തൽക്കാലം അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചെടുത്തോ. ഒരു സിമ്പിളായിട്ട് നമുക്ക് അതിനെ അങ്ങ് വ്യാഖ്യാനിക്കാം, അതിൻ്റെ തിയോളജിയിലോട്ട് പോകണ്ട. ശരി, അടുത്തത്. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു. യേശു ഉടനെ അവിടെ ഒരു കാര്യം അങ്ങ് ചെയ്തു. എന്താണ്? ഒരു ശാപം അങ്ങ് ശപിച്ചു ഈ അത്തിയെ. ഇനി നിന്നിൽ നിന്ന് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതിരിക്കട്ടെ. ആരും തിന്നണ്ട ഇനി ഫലം നിന്നിൽ. ഉണങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ. അല്ലേ? നിങ്ങളും ചെന്ന് അപ്പുറത്തെ വീട്ടിലെ വല്ല മരം ഇപ്പുറത്തോട്ട് ഇല വല്ലതും വീഴുങ്ങി ചെന്ന് ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉള്ളത് പറയണമല്ല, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെന്ന് ശപിച്ച മരങ്ങളൊന്നും ഇതുവരെ പട്ടുപോയിട്ടില്ല. അതാണ് സത്യം. ശരി, അവിടുത്തെ വിഷയം എന്താണെന്നറിയാം. അടുത്ത മർക്കോസ് 11-ന്റെ 21 വായിച്ചേ. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇതെപ്പോഴാന്ന് വെച്ചാൽ അടുത്ത ദിവസമാണ്. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് വെൻ ദേ കെയിം ദാറ്റ് സൈഡ്, വൺ ഓഫ് ദ ഡിസൈപ്പിൾസ് എക്സ്ക്ലെയിംഡ്, റബൈ, ലുക്ക്, ദ ഫിഗ് ട്രീ ദാറ്റ് യു കഴ്സ്ഡ് ഹാസ് വിതർഡ് അവേ. ഇന്നലെ ഇത് ശപിക്കുന്നത് ശിഷ്യന്മാർ കേട്ടു, പക്ഷെ അവർക്കൊന്നും പിടിയില്ല. അവർ നോക്കിയപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത ദിവസം വന്നപ്പം അത് ഉണങ്ങിയിരിക്കുന്നു. അപ്പോഴാണ്, റബി, ദേ
ഇന്നലെ നീ ശപിച്ചില്ലേ, ദേ പോയി ഉണങ്ങി. ഉടനെ യേശു എന്താ പറഞ്ഞതെന്നറിയാം? യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കണം. എൻ്റെ അർത്ഥം, നിങ്ങൾ പോയി ഇനി എന്ത് ശപിച്ചാലും വിശ്വാസത്തോടെ ശപിച്ചാൽ അത് ഉണങ്ങിപ്പോവും. അങ്ങനെ ഒരു ഉപദേശം കൊണ്ടൊന്നും വളരരുത്. അവിടെ യേശു എന്താണ് വിശ്വസിക്കേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തത്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്യമാണ്. വിശ്വസിച്ചുകൊണ്ട് അസാധ്യമായ ഒരു സംഗതിയുടെ ഫ്രണ്ടിൽ ചെന്ന് വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്യണം? മലയോട് എന്തു പറയണം? നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്തോ ആദ്യം പറഞ്ഞത്? കൽപ്പിക്കണം. ഇതാണ് ഈ പ്രശ്നം. മോശയെടുത്തും ചെന്ന് ആ പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞാൽ പുള്ളി വന്നിട്ട് അടി കൊടുത്തു. അതിൻ്റെ അങ്ങേര് അനുഭവിച്ചു. നിങ്ങൾ ദയവ് ചെയ്ത് ഈ മലയുടെ മുമ്പിൽ ചെന്ന് കൽപ്പിച്ച് കളയരുത്. അമ്മായിമ്മയുടെ മുമ്പിൽ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെറിയ ട്രയലൊക്കെ നോക്കിയിട്ടുണ്ട്, അറിയാം അല്ലേ? വചനത്തിൽ പറയാത്തതൊന്നും ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണമെന്നല്ല, മലയോട് നീങ്ങിപ്പോവാൻ പറയണം. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ല, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ പറയണം. വിശ്വാസത്തോടെ കൽപ്പിക്കണമെന്നല്ല, വിശ്വാസത്തോടെ പറയണം. ശരി, അപ്പം അവിടെ പറയാം, വിശ്വാസം വേണം. ആദ്യം വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പറയണം. എന്തു പറയണം? നീങ്ങിപ്പോ എന്നെ പറയണം, അല്ല നീങ്ങിപ്പോ എന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറയണം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. എന്നിട്ട് 25-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കും. ശരി, അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസത്തോടെ ഈ പറഞ്ഞ മലയുടെ മുമ്പേ ചെന്ന് നീങ്ങിപ്പോവാൻ പറയാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പം, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അതെന്തോന്നൊരു ഡിസ്കണക്റ്റ് ഉണ്ട് അവിടെ. ഈ പറഞ്ഞ രണ്ട് വാക്യം, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫെയ്ത്ത്. എന്താണ്? വിശ്വാസം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ അസാധ്യത്തെ നോക്കി നീങ്ങിപ്പോവാൻ പറയണം. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം വിശ്വാസത്തെപ്പറ്റി പറഞ്ഞ യേശു അടുത്ത വാക്യത്തിൽ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഫെയ്ത്ത്. നെക്സ്റ്റ് ഹീസ് എന്താണ് ടോക്കിംഗ് അബൌട്ട് ഫോർഗീവ്നെസ്. അപ്പം എൻ്റെ ചോദ്യം, ഈ ഫെയ്ത്തും ഫോർഗീവ്നെസ്സും തമ്മിൽ എന്താ കണക്ഷൻ? ആ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് വായിക്കുമ്പം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഫെയ്ത്ത് ആൻഡ് ഫോർഗീവ്നെസ്. എന്താണ്? വിശ്വാസവും ക്ഷമിക്കുക എന്നതും. വാട്ട് എവർ വി ആസ്ക് മസ്റ്റ് ബി വിത്ത് ഫെയ്ത്ത്. നമ്മൾ എന്ത് ചോദിച്ചാലും വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. അതിൻ്റെ അടുത്തത്, വെന്നെവർ വി പ്രേ ഇറ്റ് മസ്റ്റ് ബി വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പക്ഷേ എപ്പോൾ പ്രാർത്ഥിച്ചാലും ക്ഷമിച്ചിട്ടേ പ്രാർത്ഥിക്കാവൂ. ഇപ്പം മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് വിശ്വാസമില്ലാത്തതുകൊണ്ടോ ക്ഷമിക്കാത്തതുകൊണ്ടോ? ഇതൊരു വല്ലാത്ത കുടുക്കായിപ്പോയി. അത് വിചാരിച്ചില്ല. ഇന്നീ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഒരു വചനം കേൾക്കാനാണ് നിങ്ങൾ വന്നത്. തുടക്കം കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് മിക്കവാറും നിങ്ങളിന്ന് വിശ്വാസം വർദ്ധിച്ചു പോകുമെന്ന്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് പിന്നെ അത് എവിടെ തന്നെ വന്നു. അതാണല്ലോ സാമ്പാസ്റ്റർക്ക് ഒരു കുഴപ്പം. എതിലേ പോയാലും കറങ്ങിയടിച്ച് എവിടെ വരും? ഫോർഗീവ്നെസ്സിൽ വരും. വിശ്വാസത്തോടുകൂടി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ എപ്പോഴൊക്കെ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കപ്പെടും, ക്ഷമിച്ചിട്ടേ പ്രാർത്ഥിക്കാവൂ. 1 തിമോത്തിയോസ് 2:8 സഹോദരന്മാരെ, നമുക്ക് പണി വരുന്നുണ്ട്. വായിക്കാം. 1 തിമോത്തിയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ആഗ്രഹം പറഞ്ഞ കേട്ടോ. ചിലയിടത്തൊക്കെ ഞാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറയും. ഇവിടെ പൗലോസ് പറയാണ്, പൗലോസ് ഒരു പുരുഷനല്ലേ. സഹോദരന്മാരെ, നമ്മൾ ഈ കോപവും വാഗ്വാദവും ഒക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥിക്കുമ്പം അവിടെ വിടേണ്ട രണ്ട് കാര്യമുണ്ട്. എന്താണ്? 1 കോപം, 2
വാഗ്വാദം. ഇതൊന്ന് വിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്നാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. അങ്ങ് വിട്ടേക്കാം അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യെശയ്യാവ് തൻ്റെ പുസ്തകത്തിൽ 59-ാം അധ്യായം 1-2 വാക്യം, ഐസയ ചാപ്റ്റർ 59 1 and 2, യെശയ്യാ 59 1-2 വാക്യം. എന്തുകൊണ്ട് ചിലപ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. അതിൻ്റെ അർത്ഥം രക്ഷിക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൈ നീട്ടിയിരിക്കുക, സൗഖ്യമാക്കുവാൻ എൻ്റെ കൈ നീട്ടിയിരിക്കാലും അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൈ നീട്ടിയിരിക്കുക, രക്ഷിക്കാനും സൗഖ്യമാക്കാനും വിടുവിക്കാനും എല്ലാം അല്ലേ? ഇനി എന്തെങ്കിലും കർത്താവിനോട് പറഞ്ഞാൽ കേൾക്കാൻ വഴിയാതെ വണ്ണം കർത്താവിന് ചെവി കേൾക്കാത്ത അവസ്ഥയൊന്നുമല്ല. അടുത്തത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ലെങ്കിൽ അതിന് ദൈവമല്ല കുറ്റക്കാരൻ. നമ്മുടെ ജീവിതത്തിൽ ഏതോ പാപങ്ങളും അകൃത്യങ്ങളും ഉണ്ട്. നിരപ്പാകാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ഷമിക്കപ്പെടാത്ത എന്തോ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ചോദിച്ചിട്ടില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചിട്ടില്ലാത്ത എന്തോ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇനി അതിൻ്റെ 3-4 കൂടെ വായിച്ചാട്ടെ. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. കണ്ടോ, നിങ്ങളുടെ കൈ, നിങ്ങളുടെ വിരല് അകൃത്യം കൊണ്ടും രക്തം കൊണ്ടും മലിനമായിരിക്കുന്നു. അടുത്തത്, നിങ്ങളുടെ അധരങ്ങൾ, ഇനി കൈ മാത്രമല്ല വായോ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. 4-ാം വാക്യം, ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോട് പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. ഇത് ഞാൻ എത്രയും നീട്ടി വായിച്ച വേറൊന്നിനുമല്ല, നമ്മുടെ വായി കൊണ്ട് ഒരു ദിവസം പറയുന്ന വാക്കുകൾ എങ്ങനത്തെ വാക്കുകളാണ്? നമ്മുടെ സംസാരം കേട്ടാൽ ഒരാൾക്കത് ഇൻപമായിട്ട് തോന്നുമോ? ഒരാൾക്കൊരു സൗഖ്യമായിട്ട് തോന്നുമോ? ഒരാൾക്കൊരു ആശ്വാസമായിട്ട് തോന്നുമോ? ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഒരാളിനെ നാവ് കൊണ്ട്, ക്ഷീണിച്ചിരിക്കുന്ന ഒരാളിനെ നിങ്ങൾ നാവ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് താങ്ങുമോ? അതോ ഈ താങ്ങുക എന്ന് പറയുമ്പോൾ 2 അർത്ഥമുണ്ട്. അവനിട്ടൊന്ന് പലപ്പോഴും നമ്മൾ നാവ് കൊണ്ട് അത്യാവശ്യമൊക്കെ ഒന്ന് താങ്ങാറുണ്ട്, നമ്മൾ താങ്ങുന്നുണ്ട്. പക്ഷേ ഇന്നെല്ലാത്തിനും ഡബിൾ മീനിങ് ആണ്. അതാണ് പ്രശ്നം. ബൈബിൾ എഴുതിയ കാലത്ത് ഇതല്ലായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ. ഇന്നും നമ്മൾ നാക്കുകൊണ്ട് താങ്ങുന്നുണ്ട്, പക്ഷെ അങ്ങനല്ല. നാക്കുകൊണ്ട് ശരിക്കും താങ്ങുവാൻ നമുക്ക് കഴിയണം. ഇനി നാക്കിൻ്റെ കാര്യം പറയുമ്പം കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞു പോകാം. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പം അതിൻ്റെ 3-ാം അധ്യായം 8 മുതൽ 10 വരെ വായിക്കുമ്പം എന്ത് കൃത്യമാണെന്ന് ഓർക്കണം. ജെയിംസ് ചാപ്റ്റർ 3 8 to 10. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. നാവിനെ മരുക്കിയെടുക്കാൻ പറ്റത്തില്ല, അത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. അത് അടങ്ങാത്ത ദോഷം, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നാവിൽ വിഷമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ അണലിയുടെ വായിലാണ് വിഷമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം എന്നിട്ട് ഈ വാക്യപ്രകാരം അയ്യോ അണലി ഇത് വെച്ച് നോക്കുമ്പോൾ എത്ര, ഇപ്പം നമ്മുടെ ചൂടത്തിറങ്ങി വന്ന പാമ്പുകൾ കുറേ പിള്ളേരെയൊക്കെ കടിച്ചു പോകുന്നത്. ഏതായാലും കരിമൂർക്കനോ? കരിമൂർക്കനൊക്കെ ഒന്നുമല്ല, അതിനെക്കാട്ടിലൊക്കെ നല്ല സൈസുകളുണ്ട്. എവിടെയാണ്? ഇത് ഞാനല്ലല്ലോ പറഞ്ഞത്, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു അപ്പോസ്തലൻ പറഞ്ഞ വാക്യമാണ് ഞാൻ വായിച്ചത്. നാവ് ഒന്നാന്തരം വിഷം, ഒന്നാന്തരം വിഷം. ബാബ സുരേഷിനെ വിളിച്ചുകൊണ്ട് വന്നാൽ പാമ്പിനെ തല്ലിക്കൊല്ലാം, പക്ഷേ ഇതാര് തല്ലിക്കൊല്ലും? അതല്ലേ പ്രശ്നം അല്ലേ? നമ്മുടെ നാവ് അത്രയ്ക്ക് വിഷമുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അടുത്ത വാക്യം, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അയ്യോ ദൈവമേ, ആ നാക്കുകൊണ്ട് ഇപ്പം നിങ്ങളിതിപ്പോൾ ഇങ്ങോട്ട് വന്ന് 10 തൊട്ട് അയ്യോ നിങ്ങൾ ഈ നാക്കുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം എന്താണ്? ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിട്ട് വായിച്ചേ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഇതേ നാവുകൊണ്ട് ഇവിടെ നിന്നോട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്തുതിച്ച അതേ നാവുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ അടുത്ത ആരെ എന്ത് ചെയ്യുന്നു? എന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നെ എൻ്റെ സ്നേഹിതനെയും എൻ്റെ സഹോദരനെയും എൻ്റെ അയൽക്കാരനെയും
അതുപോലെ തന്നെ അവനെ സൃഷ്ടിച്ചത്, അവളെയും സൃഷ്ടിച്ചത്. പക്ഷേ അവനെ നോക്കിയിട്ട് നമ്മൾ ഈ നാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാക്കുകൾ എങ്ങനത്തെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഈ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഏറ്റവും മുറിപ്പെടുത്തുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പല കോണ്ടെക്സ്റ്റിൽ പലരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പം ഏറ്റവും കൂടുതൽ ഹേർട്ട്, ഏറ്റവും കൂടുതൽ വേദന വന്നിരിക്കുന്നത് പറഞ്ഞ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ കപ്പിൾസ് കെയർ സെൽസ് ലീഡേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഈ ആഴ്ച തന്നെ സത്യം പറഞ്ഞാൽ കഴിയുമെങ്കിൽ നമ്മൾ കപ്പിൾസ് കെയർ സെൽ ഒന്ന് കൂടുന്നുണ്ട്. യങ് കപ്പിൾസ് കാര്യം ഒരുപാട് ഹേർട്ട്, ഒരുപാട് മുറിവ് നമ്മൾ ഹൃദയത്തിലുണ്ട്. ഈ മുറിവുകൾക്ക് കാരണം വേറൊന്നുമല്ല. ഈ മുറിവ് എങ്ങനെയാണ് വന്നത്? പറഞ്ഞു പോയ ചില വാക്കുകളിലൂടെ വന്ന മുറിവുകളാണ് പ്രിയപ്പെട്ടവർ. ഈ മുറിവുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മെനി ടൈംസ് വി ബെറി അവർ ആങ്കർ ആൻഡ് ഈ പറഞ്ഞ ഇമോഷൻസ്. പക്ഷെ ആരോ പറഞ്ഞു, സെൽവിൻ ഹ്യൂസ് എന്ന് പറയുന്ന ഇതിഹാസം പറഞ്ഞത്, യു കനോട്ട് ബെറി ഈ ലൈവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ മണ്ണി കുഴിച്ചിടാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആങ്കർ കൊണ്ട് മണ്ണി കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചാവുന്നില്ല. അതാ സംഭവിക്കുന്നത്, അല്ലേ? ചത്ത് കഴിഞ്ഞാൽ കുഴിച്ചിടാം. പക്ഷേ ഈ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വേദനയും കോപവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ഒരിക്കലും എന്നെ എത്ര കുഴിച്ചിട്ടാലും അത് പിന്നെയും കയറി വരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മുറിവ് വരാൻ കാരണം പലപ്പോഴും നല്ല, മിക്കവാറും 99% നാവിനാൽ, വാക്കുകളിലൂടെ വന്ന മുറിവുകളാണ് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. നമ്മുടെ നാവടങ്ങാത്ത വിഷം, ഈ വിഷം ഒരിക്കലും മറ്റൊരാളിനെ കൊല്ലാനിടയാകരുത് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മുടെ വാക്കുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണല്ലോ നമ്മൾ ഈ വാക്കുകൾ എന്ന് പറയുന്നത്. അത് ഡു വി യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്? അബ്യൂസ് എന്നുള്ള വാക്ക് എന്തുവാ? അബ്യൂസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ പറയുന്ന ഭാഷ എങ്ങനത്തെ ഭാഷയാണ്? ഒന്ന് ശ്രദ്ധിക്കും. വീട്ടിൽ നിങ്ങളൊക്കെ പറയുന്ന ഭാഷ എങ്ങനെയാണ്? നിങ്ങൾ ഈ പറഞ്ഞാൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയായിരിക്കും? കഴിക്കാൻ ചെന്ന് മേശയിരിക്കുമ്പോൾ സ്തോത്രം, അല്പം ചായ എടുക്കട്ടെ, ഭാര്യ ഭർത്താവിനോട്. അവിടെ ഭർത്താവ് ചായ മേടിച്ചിട്ട് താങ്ക് യു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് വരെ ഒരു ഭർത്താവ് ഭാര്യ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചോ? പകരം ഞാൻ കല്യാണത്തിന് പറയുന്നൊരു കഥയുണ്ടല്ലോ, അറിയാലല്ലേ? ചായ 6 മണിക്ക് രാവിലെ കൊണ്ട് ചേട്ടാ ചായ അവിടെ വാങ്ങിച്ച് കുടിച്ച് ചൂടില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ മോഹം വാടി, നേരെ കൊണ്ട് ഗ്ലാസ് കഴുകി വെച്ചു. എന്നിട്ട് അവൾ നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ചു, രാവിലെ 6 മണിക്ക് ചൂടില്ലോ എന്ന് പറഞ്ഞ ആ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം തലേന്ന് വൈകിട്ട് ഇവൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ 200 രൂപേൻ്റെ നോട്ട്ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന്, ഇതെന്തോന്ന് നോട്ട് ബുക്കൊക്കെ, നീ ഇത് വെച്ചോ, ഇത് ഞാൻ വെച്ചോളാം, നാളെ 1-ാം തീയതി അല്ലേ, എന്നിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ നീ ഡേറ്റ് ഇട്ട് കുറിച്ച് വയ്ക്കണം, ഞാനും കുറിച്ച് വയ്ക്കാം. 1 മാസം പെട്ടെന്ന് അങ്ങ് പോയി. 31-ാം തീയതി ആയപ്പോൾ നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് 2 പേരും കൂടെ തുറന്ന് വായിക്കാം. ആദ്യം നിൻ്റെ നോട്ട് ബുക്ക് വായിര്. അവളെടുത്ത് 1-ാമത്തെ പേജ്, 1-1-6 മണി. ചായ കൊണ്ടുവന്നപ്പം ചൂടില്ല എന്ന് പറഞ്ഞ ആ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരി, പിന്നെ 6 മണി, 7 മണി, 8 മണി, ഇങ്ങനെ ഏകദേശം 200 പേജ് തീർന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്ര എഴുതിയുള്ളൂ, എഴുതാനാണെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ലവളായതുകൊണ്ട് നിങ്ങളെപ്പോലെ എഴുതാൻ നോക്കൂലല്ലോ, ഞാൻ ഒന്നുമില്ലേലും ഒരു പാസ്റ്ററിൻ്റെ മോളാണ്, എഴുതി വെച്ചു. ശരി, അപ്പോഴത്തേക്ക് അവൾക്ക് നെഞ്ചിടിയായി. ഇനി അടുത്ത ചേട്ടൻ്റെ ബുക്കല്ലേ വായിക്കാൻ വന്ന്. അപ്പോൾ ആ ചേട്ടൻ ബുക്കെടുത്ത് കൊടുത്ത്, നീ എന്നെ വായിര്. അവൾക്ക് നെഞ്ചിങ്ങനെ പടപട അടിക്കാൻ തുടങ്ങി. അവൾ പതുക്കെ എടുത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പേജ് മറിച്ചപ്പം ബ്ലാങ്ക്, ഒന്നുമില്ല. തെറ്റിപ്പോയി, എന്ത് പറ്റി? 2-ാമത്തെ പേജ് മറിച്ചപ്പോഴും ബ്ലാങ്ക്. അവൾ പെട്ടെന്ന്, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ഒന്നും എഴുതിയിട്ടില്ല. അപ്പം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, മോളെ എഴുതാനാണെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ലവ് ഡസ് നോട്ട് കീപ്പ് റെക്കോർഡ് ഓഫ് റോങ്സ്. സ്നേഹം തെറ്റുകൾ കുറിച്ചു വയ്ക്കുന്നില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പോകുന്ന വഴിക്ക് താഴെ നിന്ന് 200 പേജ് നോട്ട് മേടിക്കണമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞാനീ പറയാൻ വന്ന സന്ദേശം നോട്ട് ബുക്ക് മേടിച്ച് എഴുതണമെന്നല്ല.
സ്നേഹമുണ്ടെങ്കിൽ തെറ്റുകൾ കുറിച്ചു വയ്ക്കത്തില്ല. ലവ് ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ് ഓഫ് റോങ്സ്. ഇനി നമ്മളൊരു പക്ഷേ നോട്ട് ബുക്കിൽ കുറിക്കുന്നില്ല, നമ്മുടെ ഓർമ്മ നല്ല നോട്ട് ബുക്കാണ്. ഇതിനകത്ത് നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ച് വന്ന അന്ന് തൊട്ട് നിങ്ങളുടെ അമ്മായിമ്മ കൈ പിടിച്ച് ചിലപ്പോൾ വിളക്കൊക്കെ തന്നായിരിക്കും കയറ്റിയത്, എന്നിട്ട് കാണിച്ചത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. നോട്ട് ബുക്കിലൊന്നും കുറിച്ച് വെച്ചിട്ടില്ല, പക്ഷേ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടോ ഇതെന്ത് ചെയ്യണം? അത് നമ്മൾ മായ്ച്ച് കളഞ്ഞേ പറ്റൂ പ്രിയപ്പെട്ടവർ. എന്നിട്ട് പ്രാർത്ഥിച്ചാലേ ഉത്തരവുള്ളെന്നായി പറഞ്ഞു വരുന്നേ അല്ലേ? അപ്പം നമ്മുടെ വാക്കുകൾ എങ്ങനത്തെയാണ്? ആർ ഓ വേർഡ്സ് ആംഗ്രി? കോപത്തിലാണോ നമ്മുടെ വാക്കുകൾ? ഡു വി മേക്ക് അക്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്? എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തു പറഞ്ഞാലും കുറ്റം. വീടുകളിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഓ എന്ത് ചെയ്താലും കുറ്റം, ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും കുറ്റം, ഞാൻ എത്ര നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റം പറയാതെ തിന്നൂല്ല. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ വല്ലതും ഉണ്ടോ? ഒരു കുറ്റമെങ്കിലും പറയാതിരുന്ന ഭർത്താവെന്ന് കൈപോക്കിക്കേ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യാക്കോബിൽ തന്നെ എൻ്റെ ഉത്തരവും കൂടെ വേറെടുത്തുണ്ട്. 5-ാം അധ്യായം 16-ാം വാക്യം, ജെയിംസ് 5:16. യാക്കോബ് 5:16 വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ട. കണ്ടോ, ഇവിടെ രോഗശാന്തിയാണ് ഒരു വിഷയം. രോഗശാന്തി എന്ന് പറയുമ്പം ഈ കോപവും ഈ വൈരാഗ്യവും ഈ കയ്പും ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? നമ്മളെ രോഗികളാക്കും. ഞാൻ ചോദിച്ചോട്ടെ, പാൻറ്റോപ്പ് 40 എത്ര പേർക്കറിയാം? പോട്ടെ, അറിയാമെന്ന് ചോദിക്കും. ജലൂസിൽ എത്ര പേര് കുടിക്കുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്കിയേ, ഒരു ഫാർമസി പോയാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മരുന്ന് ഏതാണെന്നറിയാം? ഡിപ്രഷൻ്റെ കഴിഞ്ഞാൽ ആൻറ്റാസിഡും ഈ പറഞ്ഞ IBSുമായിട്ട് ബന്ധപ്പെട്ട അതുകളാണ്. എന്താണ് നമുക്ക് ഇത്രയും അസിഡിറ്റി, ഇത്രയും ഗ്യാസും, ഇത്രയും ബ്ലോട്ടിങ്ങും, ഇത്രയും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ടാണ്? ഈ അൾസേഴ്സും ഒക്കെ വരുന്നതിന് കാരണം എന്താ? ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഏറ്റവും നല്ല ഗ്യാസ്ട്രോൻട്രോളജിനെ കാണുന്ന എല്ലാ വഴി, അന്യോന്യം പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ അവനവൻ്റെ എന്തു മാറിക്കിട്ടും? അസുഖങ്ങൾ മാറിക്കിട്ടും. നമ്മളെ കൊണ്ട് പറ്റുമോ? പക്ഷേ ഇവിടെ ഇപ്പം അങ്ങോട്ട് ഇടത്തും വലത്തും നിൽക്കുന്നവരുടെ കൈ പിടിച്ച് അന്യോന്യം ഒന്ന് പ്രാർത്ഥിച്ച് എളുപ്പമുണ്ട്. ഇടത്തേക്കുന്ന ആരാന്ന് അറിയത്തില്ല, വടത്തേക്കുന്ന ആരാന്ന് അറിയത്തില്ല. ഈ ചർച്ചിലുള്ള ഇന്നത്തെ കാലത്ത് ഒരു വലിയ കുഴപ്പം, സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന അടുത്തിരിക്കുന്നവനെ പരിചയപ്പെട്ടുണ്ടോ? അതുപോലെ ആയിപ്പോയി ഇന്നത്തെ ചർച്ചുകൾ. പക്ഷെ ആദ്യം കൈപിടിക്കേണ്ടത് ഭാര്യയും ഭർത്താവുക. വീട്ടിലുള്ളവർ അന്യോന്യം കൈപിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ അസുഖം പോവും പ്രിയപ്പെട്ടവരെ. എത്ര പേർക്കത് മനസ്സിലായി? പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയാം? വീട്ടിലിരിക്കുന്നവർക്ക് അന്യോന്യം കൈപിടിച്ച് അന്യോന്യം ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അതാണ് കഷ്ടം. അവിടെയാണ് പിശാച് ഏറ്റവും ജയമെടുത്തിരിക്കുന്നൊരു മേഖല. അതാ ഹി ഹാസ് ഡിവൈഡഡ്. നമ്മുടെ ഹൗസ് ഹോൾഡ്സ് ആർ ബാഡ്ലി ഡിവൈഡഡ് അല്ലേ? കുടുംബങ്ങളിൽ അതുപോലെ ഡിവിഷൻസ് ഉണ്ടാക്കി വന്നു. ഇനി ഈ കൺഫസ് ടു വൺ അനദർ എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കണം എന്താണ്? അവിടെ ഒരു മ്യൂച്വാലിറ്റി ഓഫ് കൺഫെഷനുണ്ട്. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫസ് ചെയ്യണം. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഈ കുമ്പസരിക്കുന്നത് തെറ്റാണോ? നമ്മൾ ഒരു തെറ്റുമല്ല, ബൈബിളിലുണ്ടല്ലോ ഈ പറഞ്ഞതാണ് കുമ്പസാരം. ആണോ? അവൻ തെറ്റല്ലേ? തെറ്റല്ല, പക്ഷെ ഒരു കണ്ടീഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്പസരിക്കണം. നിങ്ങൾ അച്ഛനോട് കുമ്പസരിച്ച് അച്ഛനും കൂടെ ഇങ്ങോട്ട്, അപ്പോഴേ അത് സ്ക്രിപ്ചറിലാവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അന്യോന്യം ഈ പറഞ്ഞ 1 യോഹന്നാൻ 3-ാം അധ്യായം, സമയക്രമം ഞാൻ ഓടിച്ചു പോവാ, 20, 21, 22. 1 John 3:20-22. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അടുത്തത്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു നല്ല സിമ്പിൾ ടെസ്റ്റാണ്. എന്താണ്? നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഇപ്പം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ അയ്യോ നെഞ്ചിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നിങ്ങളുടെ ഹൃദയം ഒന്ന് കൈവച്ചേ, കുറ്റം വിധിക്കുന്നുണ്ടോ? ഒന്ന് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് ഒന്ന് ചോദിച്ചേ, ഡോക്ടറെ
കാർഡിയോളജിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ഹൃദയം കുറ്റം വിധിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള വല്ല സാമാനമുണ്ടോ? അതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തോന്ന് അല്ലാത്ത ഹൃദയത്തിലെ സകലതും അവർ കണ്ടുപിടിക്കും. പക്ഷേ ഹൃദയം കുറ്റം വിധിക്കുന്നുണ്ടോ? കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അതാണ് എൻ്റെ കാര്യം. എനിക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം വേണമെങ്കിൽ ആദ്യം എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറയും എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ല? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിർമ്മല മനസാക്ഷി ഉണ്ടെന്നാ. ആ നിർമ്മല മനസാക്ഷി ആരോടൊക്കെ വേണമെന്നാ? നിങ്ങൾക്ക് ദൈവത്തോടും മനുഷ്യരോടും നിർമ്മല മനസാക്ഷി വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പാട്ടൊക്കെ പാടി, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒന്നോർത്തോണം, ആ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത നിർമ്മല മനസാക്ഷി വേണം. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കരുത്. ഇത്രയും സിമ്പിളായിട്ട് ഇതിക്കുള്ള എങ്ങനെയാണ് ഇത് പറയുന്നത്? നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടോ? നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ? അല്ല, ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പം ദൈവത്തോട് പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ എനിക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമില്ല. ഇന്ന് നമുക്ക് ആ ദൈവത്തോടുള്ള പ്രാഗൽഭ്യം നമുക്ക് വീണ്ടെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാനത് ക്രമീകരിക്കണം. എത്ര പേര് അതിനൊരു ആമയം പറയും? ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആരും ഒരു ആമയം പോലും പറയത്തില്ല. പക്ഷേ അതിനകത്ത് എനിക്ക് ഒരു പ്രയാസമില്ല. കാര്യം എനിക്കൊരു കാര്യം അറിയാം, വചനം അതിൻ്റെ ക്രിയ ചെയ്യുന്നുണ്ട്. അതാ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യം, മാത്യു 5:23-24, മത്തായി 5:23-24 ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങളാണ്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന സഹോദരനോട്, ആ പദം ശ്രദ്ധിക്കണേ, ഫസ്റ്റ് go and get reconciled with your brother and come, then offer your sacrifice. അതിൻ്റെ അർത്ഥം ഒന്നാമത് ചെയ്യേണ്ടത് തന്നെയാ. ഞാൻ ഇംഗ്ലീഷ് പറയാറുണ്ട്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ആദ്യം നിങ്ങൾ നേരം കൂടെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് എന്തുവാ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? സഹോദരനോട് നിരന്നിട്ട് പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. കണ്ടോ? ആദ്യം ചെയ്യേണ്ടത്. ഇന്നെല്ലാവരും ഉണർവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരാ. ഒരു പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടോ കുറച്ച് ഒരാഴ്ച സ്പെഷ്യൽ പ്രെയർ നടത്തിയിട്ടുണ്ടൊന്നും റിവൈവൽ വരത്തില്ല പ്രിയപ്പെട്ടു, ഉണർവ് വരത്തില്ല. ഇനി ഏറ്റവും ഒരു ഉണർവ് എന്താണ്, റിവൈവലിസ്റ്റിനെ കൊണ്ടുവന്നാലും ഉണർവ് നടക്കത്തില്ല. ഇനി ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് പോരാ, ഡ്രമ്മ് നമുക്ക് രണ്ടും കൂടെ വാങ്ങിക്കാം, ആടിച്ച് നമുക്ക് അല്ലേ, നമുക്ക് പെരുക്കണം, നമുക്ക് ആടിച്ച് പെരുപ്പിച്ചിട്ടൊന്നും ഉണർവ് വരത്തില്ല. റിവൈവൽ വിൽ കം when every member in the church begins to set things right with one another. സഭയിലുള്ള ഓരോ അംഗങ്ങളും അന്യോന്യം അവരുടെ ബന്ധങ്ങൾ നേരെ ആക്കുമ്പം, ആ ബന്ധങ്ങൾ എന്ന് പറയുമ്പം അന്യോന്യം എന്ന് പറയുമ്പം ആദ്യം വീട്ടിൽ തുടങ്ങി സഭയിലും അല്ലേ ബന്ധങ്ങൾ നമ്മൾ നേരെ ആക്കുമ്പം റിവൈവൽ വെൽക്കം. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളെല്ലാം ഈ പറഞ്ഞ ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്റ്റിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട്. നമ്മളിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുക, വ്യത്യസ്തമായിട്ട് റിസൾട്ട്. അത് ഉണർവ് വരും ഇല്ല, ഉണർവ് വരും. നമ്മൾ അന്യോന്യം വെൻ വി സെറ്റ് തിങ്സ് റൈറ്റ് ഉണർവ് വരും. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ഹൂ വിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ആരാദ്യത്തെ പടിയെടുക്കും? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആര് ആദ്യത്തെ പടിയെടുക്കാനാ? ഇന്ന് കേട്ടില്ലേ? ഇപ്പം നിങ്ങൾ ഭാര്യമാർ എന്തായിരിക്കും പറഞ്ഞ്, എൻ്റെ ചേട്ടാ ഇത് കേട്ടോ എന്തോ, അങ്ങനെ ഇത് കേൾക്കണേ ദൈവമേ, ഇരുന്ന് ഉറങ്ങുകയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഇവിടെ നിന്നിട്ട് കാണാനും വയ്യ, അവിടെ ഇരുന്ന് ഉറക്കമായിരിക്കും. ഇവിടെ പാസ്റ്റർ പറഞ്ഞ ഒന്നും കേൾക്കൂല.
നിങ്ങൾ വീട്ടിൽ ചെന്നത് കേൾപ്പിക്കാനൊന്നും നിൽക്കണ്ട, ആ ദൈവം കേൾപ്പിച്ചാൽ ശരിയാവും. അല്ലേ? നിങ്ങളെന്തായിരിക്കും പറയുന്നത്? എൻ്റെ ദൈവം ഇത്രയൊക്കെ കേട്ടിട്ട് ഇതിൽ കൂടുതൽ ഈ പാസ്റ്റർ എങ്ങനെയാണ് എൻ്റെ ഭാര്യയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടുപേരും നമ്മൾ എന്തോ ഈ പറയുന്നത്? ലെറ്റ് ദി അതർ പേഴ്സൺ ടേക്ക് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ആദ്യത്തെ ചുവട് ആര് വയ്ക്കണം? ലെറ്റ് ദി അതർ പേഴ്സൺ. പക്ഷെ ബൈബിളിൽ പറഞ്ഞത് യു ഫസ്റ്റ് ഗോ ആൻഡ് റിക്കൺസൈൽ ആൻഡ് കം. അതിൻ്റെ അർത്ഥം യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ പടി ആരെടുക്കണം? യു അല്ല. ഒന്ന് നെഞ്ചിലോട്ട് കൈവച്ചേ. കൊച്ചു പിള്ളേർ പറയും ഞാനാ. അതുപോലെ ആരാ എടുക്കേണ്ട ആദ്യത്തെ ചുവട്? ഞാനാ. ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതെന്ന് ഇനി തർക്കിക്കണ്ട, ഞാനാ. കാര്യം യു ആർ ദ വൺ ഹു കം ടു ദി ഓൾട്ടർ. നിങ്ങളായി യാഗപീഠത്തിലേക്ക് വന്നിരിക്കുന്നത്, നിങ്ങളായി തർപ്പിക്കാൻ നിങ്ങളായി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളായി ആരാധിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളായി കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത്, നിങ്ങളായി ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് കൂട്ടായ്മയും ശുശ്രൂഷയും പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും എല്ലാം അത് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ആദ്യം whatever you pray with faith. Whenever you pray, forgive and pray. കാര്യം മനസ്സിലായി? അവിടെ രണ്ട് പദം ശ്രദ്ധിക്കണം. whatever and whenever. whatever എന്തും ചോദിച്ചോ, വിശ്വാസത്തോടെ ചോദിക്കണം. പക്ഷേ അത് ചോദിക്കുമ്പം whenever you come to pray, forgive and pray. പതുക്കെ ആശീർവാദം പറഞ്ഞങ്ങ് നിർത്താനല്ലേ, ഇനി ഇളക്കണ്ട. ഈ പലപ്പോഴും നമ്മൾ ഈ കേട്ട വചനത്തെ ഒന്ന് എഴുന്നേറ്റ് നമുക്ക് എല്ലാം കൂടെ ആരാധിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം ആ ആരാധന ഇതെല്ലാം കൂടെ കൂടോടെ ഒലിച്ചങ്ങ് പോവും. വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് എന്തോ പ്രസംഗിച്ചത് പാസ്റ്റർ? അയ്യോ ഏതാണ്ടൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ കേട്ടല്ലോ, ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തു വരുന്നത്? അത് അവസാനത്തെ ആ പാട്ടിൽ ഞാനങ്ങ് ആരാധിച്ചപ്പോൾ അങ്ങ് പോയി. അതുകൊണ്ട് ഇവിടെ ഒരു ഇളക്കവും ഇല്ല. എന്തുവാ നിങ്ങളിന്ന് കേട്ടത്? ദൈവം എന്തുവാ നമ്മോട് സംസാരിച്ചത്? whatever you pray in faith. whenever you pray, forgive and pray. ഇത്രയും മനസ്സിലാക്കാനുള്ള സാമാന്യ ജ്ഞാനം നമുക്കുണ്ടല്ലേ? അല്ലേ? നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിച്ചാലും ക്ഷമിച്ചിട്ടേ പ്രാർത്ഥിക്കാവൂ. ഈ ഒരു സിമ്പിൾ കാര്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാബല്യത്തിൽ വരുത്താൻ തുടങ്ങിയാൽ ദ മോസ്റ്റ് അൺടാപ്ഡ് റിസോഴ്സ് ഇതുവരെയും നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. പ്രാർത്ഥനയിൽ അൺആൻസേർഡ് പ്രെയർ അല്ല ട്രാജഡി. എന്താണ്? അൺഓഫേർഡ് പ്രെയറാണ്. ഇന്നു മുതൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനായിട്ടൊന്ന് മാറാമോ? എത്ര പേരൊരു തീരുമാനമെടുക്കും? കർത്താവേ, ഈ കേട്ട ദൈവവചനം ഞാൻ ഏറ്റെടുക്കുന്നപ്പാ, ഇന്ന് കേട്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണേ അപ്പ. എൻ്റെ ജീവിതത്തിലും മുറിവുകളുണ്ട്, എൻ്റെ ജീവിതത്തിലും കയ്പുകളുണ്ട്, എൻ്റെ ജീവിതത്തിലും കോപമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അൺഫോർഗിവ്നെസ് എൻ്റെ ജീവിതത്തിലുണ്ടപ്പ. എന്നോട് ക്ഷമിക്കണേ അപ്പ. അതെല്ലാം ക്ഷമിച്ച് നിരന്ന് കർത്താവേ പ്രാഗൽഭ്യത്തോടെ എൻ്റെ ഹൃദയം പിന്നെ എന്നെ കുറ്റം വിധിക്കാതെ ദൈവത്തോട് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നപ്പാ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ട്. എല്ലാവരും നിങ്ങളിരിക്കുന്നിടത്തിരുന്ന്, ഞങ്ങളെ ദൂരത്തിരുന്ന് കേൾക്കുന്നവരാണല്ലോ, എവിടെ ഇരിക്കുന്നുവെങ്കിലും, why don't you say a word of prayer? Lord, help me to pray in faith at the same time. Whenever I pray, let me forgive, Lord, anyone who has hurt me. എന്നെ വേദനിപ്പിച്ചവർ, എന്നെ ദുഃഖിപ്പിച്ചവർ, എനിക്ക് ദ്രോഹം ചെയ്തവർ, എനിക്ക് നഷ്ടകഷ്ടങ്ങൾ വരുത്തിയവർ, എൻ്റെ ജീവിതത്തിന് അപമാനം വരുത്തിയവരൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അവരോടെല്ലാം ക്ഷമിച്ചിട്ട് വേണം. ക്രൂശിൽ കിടന്ന അവസാനത്തെ ആളോട് പോലും ക്ഷമിച്ചിട്ടാണ് യേശു തൻ്റെ ജീവനെ വിട്ടതും. സ്തേഫാനോസും അത് തന്നെ ചെയ്തു. ഓർക്കണം, നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഒരാളോട് പോലും എനിക്കിനി ക്ഷമിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വേണം നമുക്കും പോകാൻ പ്രിയപ്പെട്ടവരെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവേ, കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ട് വീണ്ടും ഞങ്ങളെ ചതിക്കുന്നവരായിട്ടല്ല, കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം ഞങ്ങളെ കുറ്റം വിധിക്കാതെ അങ്ങയോട് എപ്പോഴും പ്രാഗൽഭ്യമുള്ളവരായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.